വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രൈഡ് റൈസിനും നെയ്ച്ചോറുക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 ടീസ്പൂണ് ചിക്കൻ മസാലയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 15 മിനിറ്റോളം ഈ ചിക്കനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചൂടായി വരുന്ന ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഇതിലേക്കൊന്ന് ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു വെല്ലുള്ളി അത്യാവശ്യം വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ട്, ഒന്നല്ല 2 വെല്ലുള്ളി കേട്ടോ, അത്യാവശ്യം വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ 2 ക്യാപ്സിക്കോ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് തക്കാളി സോസാണ് കേട്ടോ. കുറച്ചധികം തന്നെ തക്കാളി സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് സോസ് ഒഴിച്ചു കൊടുത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അടിപൊളി ചിക്കൻ ഗ്രേവി ഇവിടെ റെഡിയായി. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവിയാണ്. ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, ബൈ.